നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് കടന്നു. ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. കറക്റ്റ് അല്ലേ? ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്തത് എന്തിന്റെ ബേസിലാണ്? ദി ടൈം ഇൻ വിച്ച് വി ആർ ഇൻവെസ്റ്റിംഗ് അവർ റിസോഴ്സസ് അല്ലെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വർഷത്തിനേക്കാൾ താഴെ ടൈം പീരീഡിലാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. കറക്റ്റ് അല്ലേ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വർഷത്തേക്കോ ഒരു വർഷത്തേക്കാൾ കൂടുതലിലേക്കോ ആണെങ്കിൽ ടൈം പീരീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 year, വിച്ച് ഈസ് കോൾഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റിൽ നമ്മൾ ഗവൺമെന്റ് ഇൻസ്ട്രുമെന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. SBL, ഗവൺമെന്റ് സെക്യൂരിറ്റി, അതേപോലെ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, അങ്ങനെ പല ആശയങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. കറക്റ്റ് അല്ലേ? അതിനുശേഷം നമ്മൾ ചില പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ കമ്പനീസ് ഉപയോഗിക്കുന്ന ടൂൾസ് ആയിട്ടുള്ള P-നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, കൊമേഴ്ഷ്യൽ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്തരത്തിലുള്ള ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തിലേക്ക് നമ്മുടെ ഡിസ്കഷൻ മൂവ് ചെയ്യാണ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെ. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 2. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ ഇക്വിറ്റി മാർക്കറ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെറ്റ് മാർക്കറ്റ്. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊന്ന് റീകോൾ ചെയ്യാനാണ്. വാട്ട് ഈസ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ഇക്വിറ്റി മാർക്കറ്റ് ആൻഡ് ഡെറ്റ് മാർക്കറ്റ്? ഡെറ്റ് മാർക്കറ്റ് ആണെങ്കിൽ നമ്മളവിടെ ചെയ്യുന്ന, അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റ് ആണെങ്കിൽ എന്താണ്? വി ആർ ആക്ച്വലി പ്രൊവൈഡിങ് ലോൺസ് ടു എ കസ്റ്റമർ. ആ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു കമ്പനി ആവാം അല്ലെങ്കിൽ ഗവൺമെന്റ് ആവാം. ശരിയല്ലേ? ഇനി നമ്മൾ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഇക്വിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴോ, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ഏൺ ചെയ്യുന്നത്? ആ കമ്പനിയുടെ ഓണർഷിപ്പാണ് ഏൺ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? വി വിൽ ഗെറ്റ് എ ഓണർഷിപ്പ് ഇൻ എ പെർട്ടിക്കുലർ കമ്പനി. ഇനി ഡെറ്റ് മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നമ്മൾ എന്താണ് ഏൺ ചെയ്യുന്നത്? വി വിൽ ഏൺ അവർ പ്രിൻസിപ്പൽ ആസ് വെൽ ആസ് ദി കൂപ്പൺ റേറ്റ്. കറക്റ്റ് അല്ലേ? ഇനി അതർ സൈഡിലേക്ക് പോയാൽ ഇക്വിറ്റി മാർക്കറ്റിലേക്കാണല്ലോ. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണോ അതിന്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. അതിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പേര് വിളിക്കും. ഇതിനു ശേഷം ബോണ്ട് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ്. ദെൻ വി മൂവ് ടുവേർഡ്സ് ദി ഇക്വിറ്റി മാർക്കറ്റ്. ഇക്വിറ്റി മാർക്കറ്റിലേക്ക് വന്നപ്പോൾ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ആശയം ഡിസ്കസ് ചെയ്തു. IPO ഡിസ്കസ് ചെയ്തു, FPO നമ്മൾ ഡിസ്കസ് ചെയ്തു. കറക്റ്റ് അല്ലേ പറയുന്ന പോയിന്റ്? അതിനുശേഷം ഒരു കൺസെപ്റ്റും കൂടി എടുത്ത് ഞാൻ നിർത്തി. എന്തായിരുന്നത്? പാർട്ടിസിപ്പേറ്ററി നോട്ട് അല്ലെങ്കിൽ P-നോട്ട്. എന്തായിരുന്നു P-നോട്ട് എന്ന് പറയുമ്പോൾ? ഒരു ഫോറിൻ ഇൻവെസ്റ്റർ, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഇൻവെസ്റ്റർ ഇന്ത്യയിലെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ യൂഷ്വലി ചെയ്യേണ്ട പ്രൊസീജിയർ എന്താ? ദേ ഹാവ് ടു രജിസ്റ്റർ ദംസെൽഫ് വിത്ത് സെബി. സെബിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഇന്ത്യയിലെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും? ദേ ഡോണ്ട് വാണ്ട് ടു ഡിസ്ക്ലോസ് ദെയർ ഐഡന്റിറ്റി. അവർക്ക് അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവര് രജിസ്റ്റർ ചെയ്ത് ആ ഇൻസ്റ്റിറ്റ്യൂഷന് അവർ പൈസ കൊടുക്കും. ആ രജിസ്റ്റർ ചെയ്യുന്ന മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് P-നോട്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി നോട്ട് അല്ലെ. പാർട്ടിസിപ്പേറ്ററി നോട്ടിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്താ? സെബി വോണ്ട് ഹാവ് എനി ഐഡിയ റിഗാർഡിംഗ് ദി ഐഡന്റിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇൻവെസ്റ്റർ. സെബിയുടെ ആരുടെ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ? സെബിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദി നെഗറ്റീവ് സൈഡ് വാസ് ദാറ്റ് മെനി കമ്പനീസ് യൂസ് P-നോട്ട് ആസ് എ ടൂൾ ടു മണി ലോണ്ടറിങ്. അതേപോലെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഇന്ത്യയിലുള്ള അവരുടെ അത്തരം ഓർഗനൈസേഷനെ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തില് P-നോട്ട് മെക്കാനിസം ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ P-നോട്ട് മെക്കാനിസം ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? സെബിക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന കുറെ ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് നെക്സ്റ്റ് വൺ, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് എന്ന് പറഞ്ഞതിന്റെ കൺസെപ്റ്റ് എന്താ? നമ്മൾ പണ്ട് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഗവൺമെന്റിന് ഒരു റവന്യൂ സൈഡും ഉണ്ടായിരിക്കും, ഒരു എക്സ്പെൻഡിച്ചർ സൈഡും ഉണ്ടാവും. കറക്റ്റ് അല്ലേ? എക്സ്പെൻഡിച്ചറിന്റെയും റവന്യൂടെയും ഡിഫറൻസിനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് എന്ത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ജനറലി ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ദി റിഡക്ഷൻ ഇൻ ദയർ റവന്യൂ. വരുമാനത്തിലുള്ള കുറവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെഫിസിറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഡെഫിസിറ്റ് ഒരു ഗവൺമെന്റ് അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ത്രൂ ബോറോയിങ് അല്ലെങ്കിൽ ലോൺ. നല്ലൊരു വാക്ക് ബോറോയിങ് എന്നാണ്, നിങ്ങൾക്ക് ഫെമിലിയർ ലോൺ ആയതുകൊണ്ട് അതാണ് കേട്ടോ എഴുതുന്നത്. ത്രൂ ബോറോയിങ്.
ബോറോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോൺ എടുക്കുമ്പോൾ ഈ ഗവൺമെന്റിന് മുന്നിൽ രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഏതൊക്കെയാ? ഫ്രം ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്, ഓർ ഇൻസൈഡ് ഫ്രം ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഫ്രം ഇന്ത്യ. കറക്റ്റ് ആണോ? ഇന്ത്യയുടെ ഉള്ളിൽ നിന്നാണ് ബോറോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഇന്റേണൽ ബോറോയിങ്. ഓക്കെ ആണോ? ഇന്ത്യക്ക് ഉള്ളിൽ നിന്നാണ് ബോറോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഇന്റേണൽ ബോറോയിങ്. ഇന്റേണൽ ബോറോയിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആ ടോപ്പിക് എടുത്തപ്പോ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം പറഞ്ഞിരുന്നു. എന്താ? ബാങ്കുകളിൽ നിന്ന് മാക്സിമം ലോൺ ഗവൺമെന്റ് എടുത്താൽ പ്രൈവറ്റ് സെക്ടറിന് ലോൺ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന് കിട്ടുന്ന ലോൺ ഹയർ ഇൻട്രസ്റ്റിൽ അവൈലബിൾ ആവുന്ന സിറ്റുവേഷൻ, വിച്ച് ഈസ് കോൾഡ് ക്രൗഡിങ് ഔട്ട് എഫക്ട്. ഈ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കടമെടുക്കുന്ന അല്ലെങ്കിൽ ബോറോയിൻസിൽ കുറച്ച് എവിടെ നിന്നും സോഴ്സ് ചെയ്യുക? ഇന്ത്യക്ക് പുറത്ത് നിന്നും സോഴ്സ് ചെയ്യാം. ഇന്ത്യക്ക് പുറത്ത് നിന്നും ബോറോയിങ് സോഴ്സ് ചെയ്യുന്ന കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. പിന്നെ ഞാൻ ഈ എൻ്റെ ഡിസ്കഷൻ പറഞ്ഞത് ഗവൺമെന്റ് കടമെടുക്കുന്ന കാര്യമാണ് കേട്ടോ. ഗവൺമെന്റ് മാത്രമല്ല, മേ ബി ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്കും ഇന്ത്യക്ക് പുറത്തു നിന്ന് കടമെടുക്കാം. ആ കൺസെപ്റ്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്. ഗവൺമെന്റിന് മാത്രമല്ല ECB ഉപയോഗിക്കാൻ സാധിക്കുക. എനി പ്രൈവറ്റ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. സെബി റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രൈവറ്റ് എൻറ്റിറ്റീസിനും ഏത് റൂട്ട് ആക്സസ് ചെയ്യാം? ECB ആക്സസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്ങിലേക്ക് പോയാൽ ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യണ്ട. സെബി ഇതിന്റെ ലിമിറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ECB എത്രത്തോളം പ്രൊക്യൂർ ചെയ്യാന്നുള്ള ഈ ലിമിറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. ഈ വർഷത്തെ അല്ലെങ്കിൽ വെരി റീസെന്റ് ഡേറ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. എന്തൊക്കെയാണ് ECBയുടെ അഡ്വാൻറ്റേജ്? നമ്മുടെ ഒരു യൂഷ്വൽ മെയിൻസ് ആൻസർ ECBനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. It allows Indian companies access to capital, more capital. എന്ത് more capital എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഉള്ളിൽ നിന്ന് മാത്രമല്ല, they can also realize revenue or capital from other than India. ഇന്ത്യക്ക് പുറത്തു നിന്നും അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്യാപിറ്റൽ റിയലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് വൺ, the rate of interest is lower compared to domestic rates. എന്തായിരിക്കും അതിന്റെ ആശയം? ഗവൺമെന്റും പ്രൈവറ്റും ഇന്ത്യക്കുള്ളിൽ നിന്ന് മാത്രമാണ് ലോൺ എടുക്കുന്നത് എന്ന് വിചാരിക്കും. എല്ലാവരും ഈ ബാങ്കിൽ നിന്ന് ഇങ്ങനെ ലോൺ എടുത്തതിന് ബാങ്കിന്റെ റിസോഴ്സസ് ലിമിറ്റഡ് അല്ല. റിസോഴ്സസ് ഓഫ് ബാങ്ക് ഈസ് വെരി മച്ച് ലിമിറ്റഡ്. ഇപ്പൊ എല്ലാവരും ഇതിലേക്ക് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ? ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് റേറ്റ് ഷൂട്ടപ്പ് ചെയ്യും. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്താ നല്ലത്? ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് മോഡറേറ്റ് ആയിട്ട് നിർത്താനും അതേപോലെ തന്നെ ഫോറിൽ നിന്ന് ലോൺ എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ലേ? ഇപ്പൊ ഫോറിൽ നിന്ന് ലോൺ എടുത്തതിന് നമുക്ക് ടോട്ടൽ ഒരു 100 രൂപ വേണമെന്ന് വിചാരിക്കുക. 100 rupees ഇന്ത്യയിൽ നിന്ന് ലോൺ എടുത്താൽ വി ഹാവ് ടു പേ വെരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. അതിൽ 100 രൂപയിൽ 20 രൂപ പുറത്തു നിന്ന് എടുത്തു, 80 രൂപ ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ബാങ്കിന്റെ മുകളിലുള്ള പ്രഷർ കുറയും. സോ ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് റേറ്റ് വിൽ റെഡ്യൂസ്. ഓക്കെ അല്ലേ? പുറത്തു നിന്നും ലോവർ ഇൻട്രസ്റ്റിൽ കിട്ടും, ഇന്ത്യക്കുള്ളിൽ നിന്നും ലോവർ ഇൻട്രസ്റ്റിൽ കിട്ടും. ആശയം ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, സിൻസ് ദി ബോറോയിങ് ആർ ഡൺ ഇൻ ദി ഡോളേഴ്സ്. അടുത്തൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രശ്നം എന്താണ്? ECB ആണെങ്കിൽ മെജോറിറ്റി നമ്മൾ കടമെടുക്കുന്നത് ഏത് കറൻസിയിലായിരിക്കും? റിലയബിലിറ്റി കൂടിയ ഒരു ഇന്റർനാഷണൽ കറൻസിയാണ് ഡോളർ. സോ ദി മെജോറിറ്റി ഓഫ് ദി ബോറോയിങ്സ് ആർ ഇൻ ഡോളർ. ക്ലിയർ ആണോ? ഇതിനൊരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പ്രശ്നത്തിൽ നിന്നാണ് നമ്മൾ ഏത് കൺസെപ്റ്റിലേക്ക് വന്നേ? മസാല ബോണ്ട്. ശരിയല്ലേ? ഇപ്പൊ ഈ ഡോളറിൽ കടമെടുത്ത അവിടെ എന്തായിരിക്കും പ്രശ്നം? എന്തായിരിക്കും? കറൻസി എക്സ്ചേഞ്ച് റിസ്ക് അല്ലെ? ഡോളറിൽ കടമെടുത്താലുള്ള പ്രശ്നം എന്ന് ഞാൻ പല ചാപ്റ്ററിലും ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ ഇട്ടിരുന്നത് പിന്നീട് ഡിസ്കസ് ചെയ്യാനാണ്. അടുത്ത ചാപ്റ്റർ ഇന്റർനാഷണൽ ട്രേഡിൽ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എടുക്കും. എന്താണ് കറൻസി എക്സ്ചേഞ്ച് റിസ്ക്? കറൻസി എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാവും. എന്തായിരിക്കും? വീണ്ടും ഞാനൊരു എക്സാമ്പിൾ വെച്ച് ക്ലിയർ ആക്കാണ്. പ്രസന്റ്ലി ഒരു ഡോളറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ഇന്ത്യൻ രൂപ. ഓക്കെ ആണല്ലോ? 50 ഇന്ത്യൻ രൂപ. ഒരു ഇന്ത്യൻ കമ്പനി, ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ നിന്ന് എന്ത് ചെയ്യാണ്? അമേരിക്കയിലെ ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ലോൺ എടുക്കുകയാണ്. ലോൺ എടുക്കുന്നത് എത്ര ഡോളറാന്ന് നോക്കിയേ?
$100. ഇതുവരെ പ്രശ്നമില്ലല്ലോ. $100. അപ്പൊ അമേരിക്കയിൽ നിന്ന് ലോൺ എടുക്കുന്നത് $100 ആണെങ്കിൽ തിരിച്ചടക്കേണ്ടത് എന്തായിരിക്കും? $100 ഇൻട്രസ്റ്റ് പേയ്മെന്റും ഡോളറിൽ. ഇതുവരെ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇയാൾ ഈ ഡോളറും കൊണ്ട് എങ്ങോട്ടാണ് വരുന്നത്? ഇന്ത്യയിലേക്കാണ് വരുന്നത്. ടാറ്റ ഇന്ത്യയിൽ അയാളുടെ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഡോളറിന് എന്താക്കി കൺവേർട്ട് ചെയ്യും? റുപ്പി. ഇപ്പൊ ഞാനിത് ഈ $100 റുപ്പിയിലേക്ക് മാറ്റാൻ പോവാ. എത്രയാണ് മക്കളെ ഡെപ്റ്റ്? 100 × 50 5000 അല്ലെ? 5000 രൂപയാണ് ഇയാളുടെ ഡെപ്റ്റ്. ഇതുവരെ പ്രശ്നമില്ലല്ലോ. 3 വർഷം ആഫ്റ്റർ 3 years എന്ത് ചെയ്യാണ്? ടാറ്റ അമേരിക്കയ്ക്ക് ആ പൈസ തിരിച്ചടക്കുകയാണ്. തിരിച്ചടയ്ക്കുമ്പോ തൽക്കാലം ഇൻട്രസ്റ്റിന്റെ കാര്യം നിങ്ങൾ വിട്. അമേരിക്കയിലേക്ക് തിരിച്ചടക്കേണ്ടത് വീണ്ടും എത്ര ഡോളറാണ്? $100 ആണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. എന്താണെന്നറിയോ? 3 വർഷം കഴിഞ്ഞപ്പോ $1 എന്ന് പറയുന്നത് 70 ഇന്ത്യൻ രൂപയായി. ഒരിക്കലും ഡോളറിനേക്കാൾ ഇന്ത്യയുടെ വാല്യൂ, കറൻസിയുടെ വാല്യൂ കൂടാറില്ല, കുറയാറേ ഉള്ളൂ. റുപ്പി ഡിപ്രീഷിയേറ്റ് ആണ് ചെയ്യുന്നത്, റുപ്പിയുടെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിലെ ഒരു ഡോളർ എന്ന് പറയുന്നത് എത്ര ഇന്ത്യൻ രൂപയാണ്? 70 ഇന്ത്യൻ രൂപയാണ്. ടാറ്റ ഏത് ഡോളറിലാ തിരിച്ചു കൊടുക്കണ്ടേ? സോറി, ഏത് കറൻസിയിലാണ് പൈസ തിരിച്ചു കൊടുക്കണ്ടേ? ഡോളറിൽ കൊടുക്കണം. ഇപ്പൊ എത്ര ഇന്ത്യൻ രൂപയാണ് $100 എന്ന് പറയുന്നത്? 7000. റിസ്ക് ആരുടെ കയ്യിലാണ്? ക്രെഡിറ്ററിന്റെ കയ്യിലാണോ ഡെറ്ററിന്റെ കയ്യിലാണോ റിസ്ക്? ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ വൺ ഹു പ്രൊവൈഡ്സ് മണി, ഡെപ്റ്റർ വൺ ഹു റിസീവ്സ് ദി മണി. ആർക്ക് അവിടെ റിസ്ക്? ഡെറ്ററിന് അല്ലെങ്കിൽ ടാറ്റയ്ക്കാണ് എക്സ്ചേഞ്ച് റിസ്ക് ഉള്ളത്. ഫോറിൻ കറൻസിയിൽ കടമെടുത്താൽ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത് ആർക്കായിരിക്കും? ഡെപ്റ്ററിനായിരിക്കും. ഈ പ്രശ്നം പരിഹരിക്കാനാണ് അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക? ECB ഇന്ത്യൻ രൂപയിൽ കടമെടുക്കും. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് നമ്മൾ ഏത് കറൻസിയിൽ എടുക്കും? ഇന്ത്യൻ രൂപയിൽ എടുക്കും. ആ ഇന്ത്യൻ രൂപയിൽ എടുക്കുന്ന ആശയത്തിനെ വിളിക്കുന്ന പേരാണ് മസാല ബോണ്ട്. ക്ലിയർ അല്ല? ഡിസഡ്വാൻറ്റേജ് ഞാനിപ്പോ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വോളറ്റാലിറ്റി ഇൻ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് എ കൺസേൺ. വെരി ഹൈ ബോറോയിങ് in the form of debt is usually viewed as negative in the market. എന്താണ് ഈ ആശയം എന്ന് ഫർദർ സ്ലൈഡിൽ കാണും. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആശയമില്ലേ? എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ്? ഓരോ ഗവൺമെന്റിനെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റിന്റെ പെർഫോമൻസ് അനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പൊ നല്ല റേറ്റിംഗ് ഉള്ള ഗവൺമെന്റ് ആണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ബോണ്ട് വിദേശത്ത് ഇറക്കി കഴിഞ്ഞാൽ എന്താണ്? നല്ല റിട്ടേൺ കിട്ടും. മനസ്സിലായോ? പക്ഷെ റേറ്റിംഗ് കുറഞ്ഞാലോ ഇന്ത്യ എന്ത് ചെയ്യേണ്ടി വരും? ബോണ്ടിന് ഹയർ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. ഈ റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്റർനാഷണൽ ഏജൻസി ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് ഡെറ്റ്. ഒരു ഗവൺമെന്റിന്റെ കടം കൂടുന്നു കുറയുന്നു, രണ്ടും എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം? കടം കൂടി കൂടി വരുന്നു എന്ന് പറയുന്ന അതിന്റെ മീനിങ് എന്താ? ഗവൺമെന്റിന്റെ റവന്യൂ കുറയുന്നു അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കൂടുന്നു. ഒബ്വിയസ്ലി കടം കൂടാ, ദാറ്റ് ഈസ് കോസസ് അൺസ്റ്റെബിലിറ്റി ഇൻ ദി എക്കണോമി അല്ലെ? ഒരു ബെറ്റർ ഇൻഡിക്കേറ്റർ ആണോ? ഇപ്പൊ കടം കൂടുമ്പോ ഹയർ റേറ്റിംഗ് ആണോ കിട്ടുക? ലോവർ റേറ്റിംഗ് ആണോ കിട്ടുക? ലോവർ റേറ്റിംഗ് ആയിരിക്കും. സോ എ പബ്ലിക് ഡെറ്റ് ബിയോണ്ട് എ പർട്ടിക്കുലർ പോയിന്റ് ഈസ് ഓൾവേസ് എ കൺസേൺ. ക്ലിയർ അല്ല? ഓക്കെ, ലെറ്റ്സ് മൂവ് ടു അനദർ കൺസേൺ. ക്രെഡിറ്റ് റേറ്റിംഗ്. ആ ക്രെഡിറ്റ് റേറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ എന്തിലേക്ക് മൂവ് ചെയ്യും? മസാല ബോണ്ടിലേക്ക് മൂവ് ചെയ്യും. എന്താണ് ഈ പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ ഒരാൾ ലോൺ എടുക്കാൻ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആവാം, ഒരു കമ്പനി ആവാം, ഒരു ഗവൺമെന്റ് ആവാം. ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റി ലോൺ എടുക്കാൻ വേണ്ടി ആരെ അപ്രോച്ച് ചെയ്യാണ്? ബാങ്കിനെ അപ്രോച്ച് ചെയ്യാണ്. അപ്പൊ ബാങ്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ ലോൺ ഒരിക്കലും എന്തായി മാറാൻ പാടില്ല? NPA ആയിട്ട് മാറാൻ പാടില്ല. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന ലോണ് കറക്റ്റ് നേരത്ത് റീപേയ്മെന്റ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ എങ്ങനെയാണ് ഓരോരുത്തർക്ക് റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടോന്ന് ബാങ്കിന് മനസ്സിലാവുക? അതിന് ഉപയോഗിക്കുന്ന ഒരു ആശയമാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ പല ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കാം. ഒരാളുടെ ഇൻകം ഒരു ഫാക്ടറാണ് മെഷർ ചെയ്യാൻ. അയാളുടെ റീപേയ്മെന്റ് ഹിസ്റ്ററി ഒരു ഓപ്ഷനാണ്. അയാൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ലോൺ എടുത്തു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കറക്റ്റ് ടൈമുകളിൽ അതിന്റെ റീപേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ഇയാൾ പ്രീവിയസ്ലി എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ? ഈ പർട്ടിക്കുലർ പേഴ്സൺ മുൻകാലങ്ങളിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ? ആ ലോൺ ഇയാൾ കൃത്യമായ ടൈമിൽ തിരിച്ചടച്ചിട്ടുണ്ടോ? ഇത്തരത്തില് ഒരുപാട് പാരാമീറ്ററുകൾ ഉപയോഗിച്ച് ഒരു ഇൻഡിവിജ്വലിനെയും കമ്പനിയും എന്തു ചെയ്യും? റേറ്റ് ചെയ്യും. ഇപ്പൊ ഹൈ റേറ്റിംഗ് കിട്ടുന്ന ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കമ്പനികളാണെങ്കിൽ
What is the advantage? Whenever they are approaching bank, എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്? ലോൺസ് പെട്ടെന്ന് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്, ലോവർ ഇൻട്രസ്റ്റിൽ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. മനസ്സിലാവോ? നിങ്ങൾക്ക് സിബിൽ സ്കോർ ഹൈ ആണെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് ലോവർ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് അത് കിട്ടും. സിബിൽ സ്കോർ വളരെ മോശമാണെങ്കിൽ യു ഹാവ് ടു പേ വെരി വെരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ യുവർ പേഴ്സണൽ ലോൺ. ക്ലിയർ അല്ലേ? ഇനി ഈ ആശയം പതുക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്? ഗവൺമെന്റിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഇത്തരത്തിലൊരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ റീപേയ്മെന്റ് മെഷർ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ഗവൺമെന്റിന്റെയും കപ്പാസിറ്റി, ഫിസിക്കൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി മെഷർ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ മെഷർ ചെയ്യുന്ന ചില ഇന്റർനാഷണൽ ഏജൻസീസ് ആണ് SIP, മൂഡീസ്, ഫിച്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇന്റർനാഷണൽ ഏജൻസീസ്. ഇവർ ഉപയോഗിക്കുന്ന 1-2 റേറ്റിങ്ങുകൾ ഞാൻ നെക്സ്റ്റ് പേജിൽ, ഇതൊന്നും ഒരു തരത്തിലും പഠിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് അവർ പല തരത്തിൽ റേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് ബെസ്റ്റ് ക്വാളിറ്റി കമ്പനി ആണെങ്കിൽ AAA, മൂഡീസ് ആണെങ്കിൽ ക്യാപിറ്റൽ, 2 സ്മോൾ, ഇങ്ങനെയൊക്കെ ഒരു മെഷർമെന്റ് ഉണ്ട്. മോസ്റ്റ്ലി ഇന്ത്യ എന്ന് പറയുന്നത് പല മെഷർമെന്റുകളിലും ഈ ഒരു കാറ്റഗറിയിലാണ് ഇന്ത്യൻ കമ്പനികളെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ മെഷർ ചെയ്യാറ്. ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഒരിക്കലും ചോദിക്കില്ല. ഇങ്ങനെയൊക്കെ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ ചിലപ്പോ കാണും ഇന്ത്യൻ ഗവൺമെന്റ് ഈസ് റേറ്റഡ് ബൈ SIP ആസ് ദിസ് എന്നൊക്കെ കാണുമ്പോൾ ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയണം. ആ രാജ്യത്തിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ ക്രെഡിറ്റ് ഏജൻസി മെഷർ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രേ ഉള്ളൂ കേട്ടോ പർപ്പസ്. അല്ലാതെ ഇത് ഒരിക്കലും പഠിക്കേണ്ട, ഒരിക്കലും ചോദിക്കില്ല.